ഹലോ എവരിവൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷൂട്ടും പരിപാടിയും കഴിഞ്ഞാൽ വന്ന് കിടന്നിട്ട് ലേറ്റ് ആയിപ്പോയി. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇന്നലത്തെ സംഭവം എന്നറിയാമോ? അത് എന്താ പറയുക, നമ്മളവിടെ പോയപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വന്ന് നേരെ വന്ന് എഡിറ്റ് ചെയ്ത്. പിന്നെ ഇന്നലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സലൂണിൻ്റെ ആയിരുന്ന കൊളാബ് ഷൂട്ടും മറ്റേതൊക്കെ കാർത്തിക് ഇനാഗുറേഷൻ ചെയ്ത സലൂണില്ലേ, അതിൻ്റെ ആയിരുന്നു ഷൂട്ടൊക്കെ. അപ്പോൾ നമ്മുടെ വിഷ്ണു അശോകാണ് അതിനകത്ത് ഈ ഓൺലൈൻ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അതെന്നെ വിളിച്ചിട്ട് ഞാൻ ആൾക്കാരെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. സോ ചെറിയ ക്രിയേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇന്നും വേറെ എന്തോ ഒരു വള്ളിക്കെട്ട് എന്തോ ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടി അവൻ എന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന 2 പേരും. അപ്പോൾ അവരൊന്ന് ഷൂട്ട് ചെയ്ത് കൊടുക്കണം, ക്യാമറമാൻ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അവരെന്നെ ഫുള്ളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറയാം, ഞാൻ അത്ര വലിയ ഫ്രെയിമോ കാര്യങ്ങളോ ഒരാളല്ല, എൻ്റെ നോർമൽ ഒരു സാധനം ഷൂട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. പോണ മുമ്പ് എന്തെങ്കിലും കഴിക്കണം, ലൈറ്റായിട്ട് കഴിക്കാം, ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി ഷൂട്ടും എടുത്ത് തിരിച്ച് വന്ന് ബാഗും പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. ഇറ്റ്സ് ഗോണ ബി എ ബിസി ഡേ. ബിസി ഡേ അല്ല, ഹറിവറി ഡേ. ഈശ്വര, ഷൂട്ടപ്പോൾ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ സംശയം. ബിക്കോസ് ഇന്നലെ കണ്ടില്ല, ഇന്നലെ 2:30 പോയിട്ട് 9:30 കണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇന്ന് അത്രയാണ് ഞാൻ സംഭവിക്കുന്നില്ല. മാക്സിമം പോയ 2 മണിക്കുള്ളിൽ ഞാൻ എൻ്റെ പരിപാടി തീർത്ത് ഞാൻ പോരാൻ നോക്കും. ബിക്കോസ് എനിക്ക് വീട്ടിലേക്ക് പോകണം, കുറച്ച് കഴിഞ്ഞാൽ തിരക്കാവും. ശനിയാഴ്ചയാണ്, നല്ല ബ്ലോക്ക് ഉണ്ടാവും. അതിനു മുമ്പ് എനിക്കിവിടെ കിടക്കണം. സോ അതേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പം നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഞാനങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നേ. പരിപാടിയെല്ലാം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഷൂട്ട് തുടങ്ങി. 11 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ ഷൂട്ടാണ്. ഇപ്പം സമയം 1:45. ഞാൻ എന്തിപ്പോൾ വീട്ടിൽ പോകാനാണ് എൻ്റെ. അയ്യോ, സലൂണിൻ്റെ ഷൂട്ടിന് പോകുന്നതൊക്കെ ഞാൻ മാമി ചമ്പോ എന്തൊരു ടൈം എടുക്കണം. അരിവറിക്ക് ഒരു പരിവാകും. എന്ത് ചെയ്യാൻ, ഇനിയിപ്പോൾ തീർത്ത് കുറച്ചും കൂടി ഉള്ളു, കുറച്ചുകൂടി തീർത്ത് ടക്കനെ ഇവിടുന്ന് പോകണം. അപ്പോ ഹേ ഗായ്സ്, എൻ്റെ പിണ്ടം പനിപ്പ് തുടങ്ങിയിട്ടുണ്ട്. 3:51 ആയിട്ടുണ്ട്. എനിക്കിനി ഇവിടുന്ന് ഇറങ്ങണം, എന്തെങ്കിലും കഴിക്കണം, കഴിച്ചിട്ട് വേണം വണ്ടി ഓടിച്ച് പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഞാൻ ആ ബ്ലോക്കിൽ പെട്ടെന്ന് തോന്നുന്നുണ്ട്. അരൂരത്തെ ബ്ലോക്കിൽ, പാലത്തെ വരെ ബ്ലോക്കായിരിക്കും. ശനിയാഴ്ച അല്ലേ, ഏകദേശം ഒതുക്കിയിട്ടുണ്ട്, ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മണി 4 ഏകദേശം ഫുള്ളി ഒതുങ്ങിയ മട്ടാണ്. ഇനി ഒരു ചെറിയ ഷോട്ടും കൂടെ ചെയ്യേണ്ട പരിപാടി കഴിഞ്ഞ് ഞാൻ പോവുകയാണ്, മതിയാക്കി. ഇനിയിപ്പോൾ ഇമ്മാരിപ്പോൾ ഷൂട്ടിങ് പോയില്ല. എൻ്റെയൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ ഞാനൊക്കെ എന്ത് സിമ്പിളായിട്ട് എടുത്ത് തീർക്കണം. ഇത് ഓരോരുത്തർ സ്ക്രിപ്റ്റ് എന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് പറഞ്ഞ് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും. എങ്ങനെ പോകുന്നോ, എങ്ങനെയൊക്കെ പോകണ ഇവിടുന്ന്. कहाँ से मिल गया तुमको वो डेयरी मिल्क? हस्बैंड ने दिया, वैलेंटाइंस डे स्पेशल ना. വീണ്ടും എൻ്റെ കൃഷിൻ്റെ കൈവിട്ട് പോയിക്കിട്ട്. ഓക്കെ, ഇവിടുത്തെ പടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുക. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ഫുഡും കഴിച്ചിട്ട് ഞാൻ നേരെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ടയർഡായി പോകും. അയ്യോ, ഉച്ചക്കൊന്നും കഴിച്ചില്ല, അതാന്ന് തോന്നുന്നു. ഭയങ്കര ടയർഡായി. ഇവിടെ നിന്ന് നമുക്ക് ബാഗ് പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകണം. അയ്യോ, ഫുഡ് കഴിക്കാൻ ഞാൻ കാണിച്ചില്ലേ വെറുതെ എന്തിനായി എല്ലാവരും ഫുഡ് കഴിയുന്ന വേണ്ടി എനിക്ക് അറിഞ്ഞില്ലേ നിങ്ങൾ, വയറിനൊക്കെ കംപ്ലൈൻ്റ് ആയി അറിഞ്ഞില്ല. അതൊക്കെ ഞാൻ ഫുഡ് കഴിക്കാൻ ഞാൻ എപ്പോഴും കാണിക്കായിരുന്നതാണ്. ഞാൻ എന്തായാലും ബാഗ് പാക്ക് ചെയ്തിട്ടെ, ഇനി എപ്പോൾ പോകാൻ പറ്റുമോ എന്ത് ബാഗ് പാക്ക് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൊത്തത്തിൽ കൊല. ഇങ്ങനെ പോയാൽ രക്ഷയില്. അയ്യോ, ബാഗെല്ലാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പോയി പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവാം. അതൊക്കെ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്, ഗോ ഫോർ ഹോം. കുറേ നാൾക്ക് ശേഷം വീട്ടിലോട്ട് പോവുകയാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ബ്രേക്ക് എടുത്താണ്. നീണ്ട യാത്രയൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ ചേർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അപ്പോൾ ഞാനത് ഒരു കട്ട കുടിക്കാന്ന് വെച്ചാൽ, പാല് വേണ്ട, കട്ട കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിട്ട് സ്റ്റേജിൽ പറഞ്ഞ കടയിൽ കട്ട കുടിക്കാൻ വന്നതാണ്. അയ്യോ, ഉറക്കം വേണ്ടി. എന്താണ് ഉറക്കം വരാണ്? ഇന്നലെ എന്താ പറയുക, ഒരു 12 മണി ഒപ്പിച്ച് ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഫ്രഷായി വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2:30 കണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ തന്നെ പുള്ളിക്കാരൻ വിളിച്ചപ്പോൾ ഞാൻ എണീക്കുന്നതൊക്കെ. ഭയങ്കര ഉറക്കം വരും. എനിക്ക് തോന്നുന്നു ആ AC കത്തിരുന്ന് പെട്ടെന്ന് മാറിയതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ തോന്നുന്നു. അയ്യോ, അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കണം. സത്യം പറഞ്ഞാൽ ഞാനത്തെ ശനിയാഴ്ച ഇത്രയും ബ്ലോക്ക് ഉണ്ടാകുന്ന വിചാരിച്ചിട്ടൊന്നും ബ്ലോക്കൊന്നും ഇല്ല ചേട്ടാ. ആയിക്കോട്ടെ, വീടിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക് ചെറിയൊരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അല്ലാണ്ട് വലിയ ബ്ലോക്കൊന്നും കിട്ടിയൊന്നുമില്ല. അയ്യോ,
ഇനി ഇതൊക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ട് നമുക്കൊരു കല്യാണമുണ്ട്, കൂട്ടുകാരൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമുണ്ട്, അതിന് പോകണം. അവിടെ പോയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല, ബിക്കോസ് എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലമാണ്. ഞാൻ വ്ളോഗ് കൊണ്ട് ഇന്ന് അവന്മാരെ ഊക്കി ഏറി കയറ്റി വിടും. പിന്നെ അതുപോലെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒത്തുകൂടുന്ന പരിപാടിയല്ല, അപ്പം അവിടെ നമുക്ക് വ്ളോഗ് എടുക്കാൻ തോന്നുന്നില്ല. ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ തോന്നുന്നു, വ്ളോഗ് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ കുറേ നാൾക്ക് ശേഷം, അതായത് കുറേ നാൾക്ക് ശേഷം എല്ലാവരും കൂടി കാണുന്നതൊക്കെ, അപ്പോൾ അതൊക്കെ ആയിരിക്കും. അപ്പം അതിന് ശേഷം ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്യാം, നിനക്ക് എപ്പോഴേക്കും സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. 1-2 വട്ടമൊക്കെ പോകാനൊക്കെ ഉണ്ട് നോക്കാം. ഇപ്പം തന്നെ ഞാൻ മുഖമൊക്കെ കഴിയുന്ന സെറ്റായിട്ട് നേരെ പോട്ടെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തേക്ക്. നാളെയാണ് കല്യാണം, ഇന്ന് നമ്മൾ തലേ ദിവസം പോയി തകർക്കുന്നു. ഗൈസ്, ഇന്നലെ ഞാൻ വ്ളോഗ് രാത്രിക്ക് എടുത്തില്ല. എന്ന് വെച്ചാൽ രാത്രിക്ക് എടുക്കാനുള്ള വകുപ്പ് നമുക്കില്ല, എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒന്നാമത് വെട്ടമില്ല, പിന്നെ അലമ്പായിരിക്കും. രാത്രി കാര്യം നമ്മൾ പട്ടിത്താറ്റും ബഹളമായിരിക്കും, അല്ലെന്ന് ഞാൻ വ്ളോഗ് എടുത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ റീസെൻ്റ്ലി നമ്മൾ 10:30 കല്യാണം നമ്മൾ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. 12:30 ആയപ്പോൾ 10:30 കല്യാണം നമ്മൾ 12:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതുവരെ നമ്മളുടെ കൂട്ടത്തിൽ ആരുടെയും കല്യാണത്തിൻ്റെ കെട്ട് നമ്മൾ കണ്ടിട്ടില്ല വേടാ. ഉറപ്പായിട്ടും കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നും ആ ചരിത്രം നമ്മൾ ആവർത്തിച്ച് അത്. പക്ഷേ 10:30 കൊണ്ട് കല്യാണം വെച്ച് എങ്ങനെ ശരിയാവും? ഇന്നലെ ഇവിടുന്ന് പോയത് 2 മണിക്കാണ്. അതെ, ഇന്നലെ ഇവിടുന്ന് പോയത് 2 മണിക്കാണ്. അത് കാരണം 10:30 എണീറ്റ് വരിക ഭയങ്കര ടാസ്ക്കാണ്. സോ നമ്മളെന്തായാലും ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്, ആരെങ്കിലൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം. വെയിറ്റ് ഫോർ ഇറ്റ്. എന്തോ പറയാ, ഒരു മിനിറ്റ് പോലെ കല്യാണ നിമിഷത്തിൽ എന്താണ് കല്യാണ ചെറുക്കൻ്റെ ചേട്ടാ പറയാനുള്ളത്, കല്യാണ പെണ്ണിന് ചെറുക്കാ പറയാനുള്ളത്? വളരെ സന്തോഷം, വളരെ ഭംഗിയായി കല്യാണങ്ങളെല്ലാം നടത്തി തന്നെ. വളരെ ഭംഗി. നീയാണ് കല്യാണ ചെറുക്കൻ, നാരായണൻകുട്ടി, പിന്നെ നമ്മുടെ സുഹൃത്ത്. ഇതെന്താ പ്രസംഗ? നമുക്കതെല്ലാം അറിയാമല്ലോ പ്രസംഗ. ഇത് ലവ് മാരേജാണ് അറേഞ്ച് മാരേജാണ്? ലവ് മാരേജാ. അപ്പൊ നീ ലവ് മാരേജ് അതൊക്കെ നിനക്കൊന്നും പറയാൻ വോയിസ് ഇല്ല അതിനകത്ത്. ഞാൻ കല്യാണം നടത്തി കൊടുത്തില്ല, ഇനി എന്നെ പറയാ. നീയല്ല വീട്ടുകാരല്ല നടത്തി കൊടുത്തത്. ഓൺലൈൻ രീതിയിൽ മാട്രിമോണിയാ? മാട്രിമോണിയല്ല, ഓൺലൈൻ മാട്രിമോണിയാണ്. അല്ല ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലുവൻസ് ചോദിക്കേണ്ട ചോദ്യമാണ് മാട്രിമോണി. ഓൺലൈൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇതിനൊക്കെ കല്യാണാലോചന നടത്തിയിട്ട് അങ്ങനെ വരെ നടത്തിയിട്ട് ഇതായെന്ന് അറിയാം. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കാണ് അതെനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. ഓ, അപ്പൊ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. കണ്ട സിംഗിൾസ് ഒക്കെ നടന്നോ? ഓരോ പയ്യന്മാര് ഇൻസ്റ്റാഗ്രാം വഴി വളച്ച ആൾക്കാരെ കെട്ടിക്കൊണ്ട് പോകും വിത്ത് ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി. നീ എപ്പോഴായിരുന്നു സിംഗിൾ? ഇത് പി പി നല്ല ആലോചന. ഇൻസ്റ്റാഗ്രാം ഐഡി എന്നാ? ഇൻസ്റ്റാഗ്രാം ഇല്ലേ? ഏതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേര്? അമൽ അബ്സേബിഡി. നോക്കട്ടെ, കാണിച്ചെന്ന്. നല്ല പയ്യനാണ്, നല്ല സൽസ്വഭാവം. ഇത്രയും ഗ്ലാമറുള്ള പയ്യൻ എനിക്ക് വേറെ കിട്ടൂല. നോക്കൂ, ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡി കാണിച്ചു. ഇൻസ്റ്റാഗ്രാം ഐഡി പെമ്പിള്ളേരെ സ്ക്രീൻഷോട്ട് വെച്ചു. ഓക്കെ, അവന് മെസ്സേജ് അയക്കണം. നമ്മൾ അടുത്ത കല്യാണം ഇവൻ്റെ ആയിരിക്കും. നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയത്. നമ്മുടെ കൂട്ടത്തിൽ ബാക്കി 3 ഉണ്ടായിരുന്നു. ആ 3 എവിടെയോ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടും എന്ത് ചെയ്ത് അവന്മാരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് സദ്യ കഴിക്കാൻ നടക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ആദ്യമേ സദ്യ കഴിക്കാനടാ. ഉറപ്പായിട്ട് നമ്മൾ ആദ്യമേ സദ്യ കഴിച്ചിട്ട് വരാം. സദ്യ കഴിച്ച് കാണിച്ച് കുതിപ്പിക്കും നിങ്ങളെ. ഇത്ര നേരം ആ നിൽക്കുന്നവൻ ഇവനെയും കൊണ്ടു നടന്നു എന്നിട്ട് അവസാനം കഴിക്കാറായപ്പോഴേക്ക് അവനവൻ്റെ ഫാമിലീസിനെയും കൊണ്ടുപോയി. അപ്പുറത്തേക്കുന്ന അവൻ്റെ വൈഫ് ഫാമിലീസ് എന്നടാ. ഇത്ര നേരം അവൻ കൂടെ ഉണ്ടായിരുന്നു, ഒഴിവാക്കി. പാവൻ ചെറുക്കൻ ഞങ്ങളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. സദ്യ കഴിക്കാൻ വന്നതാണ്. നമ്മളിരുന്ന് ഇവന്റെ ഭാഗ്യം തന്നെ പറയാം. നമ്മൾ വന്ന് കറക്റ്റ് സമയത്താണ്, ഇല്ലെങ്കിൽ അവൻ ഒറ്റക്ക് ആ ഫാമിലീസിനെ കൊടുത്തിരുന്നവൻ ഇതാവേണ്ടി വന്നതിന്. പക്ഷെ അവൻ്റെ രണ്ടെണ്ണം വെച്ചു, ഇങ്ങോട്ട് വെച്ചു. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലീസിന്റെ ഫോട്ടോ ഷൂട്ട് അല്ലടാ? ഫാമിലി ഫോട്ടോഷൂട്ട്. ഇവിടെ ഫാമിലീസാണ്, കുടുംബം കുട്ടികളായിട്ട് നടക്കുന്ന ആൾക്കാർ. അങ്ങനെ കല്യാണ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചിപ്പോൾ വീണ്ടും എറണാകുളത്തേക്ക് പോകാൻ പോവാണ്. വീണ്ടും ലൂപ്പിലേക്ക് പോവാണ്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ സാരഥി. ഇതിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ പോകാൻ പോവുകയാണ്. അല്ല ഗൈസ്, എൻ്റെ ജിതിന് എൻ്റെ വണ്ടി കൊണ്ട് എന്തോ കാര്യത്തിന് പോയി. അപ്പോൾ അവൻ്റെ വണ്ടിയായിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ അലക്കാനുള്ളതെല്ലാം അലക്കി മടക്കി എല്ലാം ബാക്കി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ജിതിൻ്റെ വണ്ടിയും കൊടുത്തിട്ട് നേരെ പഠിക്കാം എറണാകുളം. ഞാൻ ഇപ്രാവശ്യം ലേറ്റായിട്ട് ഇറങ്ങിയിരിക്കണത്.
ഒരു 5:45 6 മണി ആയതുകൊണ്ട് ഞാൻ പോണാ വേണ്ടേ കൺഫ്യൂസ് ചെയ്തിട്ട് അവസാനം പോകുന്നുള്ള കാര്യം ഫിക്സ് ചെയ്ത് പോവുകയാണ്. സോ അടുത്ത സ്നാപ്പിൽ 1 2 3 പ്ലച്ചന് നമ്മൾ അവിടെ എത്തുന്നതാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് ഗിഫ്റ്റുകൾ നമ്മുടെ സ്റ്റേഡിയം സൗദുവിന് 5-ന് 5:30 കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം. അപ്പോൾ അടുത്ത സ്നാപ്പിൽ ഞാൻ ഉടനെ എത്തിയിരിക്കുന്ന എവിടെ ആയിരിക്കും? സ്റ്റേഡിയം എത്തി. 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം എത്തി. സ്റ്റേഡിയം പിന്നെ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാൻ വന്നിരിക്കുക വേറെ ആരുമുള്ള 1 and only 5 പൈസ കുറവുള്ള അഞ്ജന. ചില കോപ്പറേറ്റ് കിട്ടല്ലേ അതിന്? അത് ഷർട്ട് സൗദിന് തിരിച്ചു കൊടുക്കണം. ഷർട്ട് അതായത് സൗദിന് ഇതിനകത്തുണ്ട്. അതിന് നിനക്കുള്ള കറക്റ്റ് സാധനം ഇല്ല. നിനക്കല്ല അത്ര നിനക്കുള്ള സാധനം ഇവിടെ. നിനക്കുള്ള ഇതാണ് നിനക്കുള്ളത്. നീ അതെടുത്ത അതാണ് നിനക്ക് വാങ്ങിച്ചത്. അതാണ് നിനക്ക് വാങ്ങിച്ചത്. ഇത് എക്സിക്യൂട്ടീവിനുള്ള, ഇത് റെസ്റ്റിലേക്കും ഇത് സൗദിനുള്ള. ഇത് 2 എക്സിക്യൂട്ടീവുകൾക്കുള്ള. ഇല്ല നിനക്ക് മറ്റേതാ ചേർന്ന. ഞാൻ കമ്മല് പോലും ഇടാണ്ട വന്ന നീ എനിക്കിത് എന്തെങ്കിലും കൊണ്ടുവരുന്നുള്ള സാരി കൊടുത്തിട്ട് ചേർത്തുള്ളൂ. അപ്പൊ ഓക്കെ, അത് നിനക്ക് സെറ്റേ. ഇത് നിന്റെ ടിന്നിനാണിത്. അവളല്ലേ പിള്ളേരായിട്ട് ഇടപെടുന്നത്. അപ്പൊ അവക്കിത് ഗൈസ് അടുത്തതിന്റെ ഓണർ വന്നിട്ടുണ്ട്. കൊച്ചു പിള്ളേരെ കൈകാര്യം ചെയ്യുന്നവർക്ക് കൊച്ചു പിള്ളേരെ സാധനം അത് നോക്കി. ഓക്കെ നിന്റെ കപ്പലിന്റെ അടുത്ത് പോ. ബോയ്സ് ഉണ്ടോ? കൊടുത്തോളാം. കടക്കട്ടൊരു കൂട്ടുകാരനെ കൊണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ സൂക്ക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ലൂപ്പിലെത്തിയിട്ട് എല്ലാവർക്കും സാധനങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പിയാണ്, സെറ്റാണ്. പിന്നെ സൗദിന് കൊടുക്കേണ്ട കാര്യം എടുക്കാൻ വിട്ടുപോയി. ഫുഡ് കഴിക്കാൻ നേരത്തെ കൊടുത്തോണ്ടിരുന്നത്. അത് കാരണം ഫുഡ് കഴിക്കാനിടക്ക് അതിൻ്റെ കാര്യം മറന്നുപോയി, സ്വാഭാവികം. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ. അങ്ങനെ ഞാൻ തിരിച്ച് നമ്മുടെ ലൂപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കും വരയ്ക്കും വണക്കം.